ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ ആം അനുഷ്ക. പിന്നെ നമ്മൾ കോഴിക്കോടിൽ പുതിയാപ്പ ഹാർബറിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ 5 മണിക്ക് എണീറ്റ് പുറപ്പെട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഇരുട്ടായിട്ടായിരിക്കും കാണുന്നത്. ഇപ്പോൾ രാവിലെ ആവുന്നേ ഉള്ളൂ, അതാണ് ഇരുട്ടായിട്ടുള്ളത്. ഇപ്പോൾ ആൾക്കാർ ഇങ്ങനെ വാക്കിംഗ് ഒക്കെ സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ തന്നെ അങ്ങനെ കാണാത്തത്, ഭയങ്കര ഇരുടായിട്ട് കാണുന്നത് ഈ ഒരു ഏരിയ. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയാൽ പിന്നെ ലൈറ്റ് ഉണ്ടാവും, നല്ല സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ലൈറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി മമ്മ പറയും. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി ബാക്കിയുള്ള എല്ലാം വിശേഷങ്ങളൊക്കെ മമ്മ പറയും. മമ്മക്ക് കുറച്ചും കൂടി ഉണ്ട് കുറച്ചറിയാം. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വൈബാണ് ഇപ്പോൾ ഉള്ളത്. നല്ല കൂളിംഗ് ഒരു എഫക്റ്റ് ഉണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ ബീച്ചിൻ്റെ സൈഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കൂളിംഗ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ആളുകളെല്ലാം വാക്കിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഇതിൻ്റെ ബീച്ചിൻ്റെ സൈഡ് വ്യൂ ഒക്കെ നല്ല ഒരു രസമുള്ള കാഴ്ച തന്നെയാണ്. പിന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഗൈഡ്സ്. കുറച്ച് അവിടെ ഇങ്ങനെ ലൈറ്റുകളൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ ഈ കാഴ്ചയൊക്കെ ഒന്ന് ആസ്വദിക്കൂ. ഇപ്പം നമ്മൾ എത്തിക്കൊണ്ടിരുന്നത് പുതിയാപ്പ ടെമ്പിളിലാണ്. ഇത് ഇവിടുത്തെ ഫേമസ് ടെമ്പിളാണ്. ഇവിടുത്തെ ഉത്സവം ഫേമസ് തന്നെയാണ്. ഇപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സൈഡ് വ്യൂ ഒക്കെ നല്ല കാഴ്ചകളാണ്. ഇതൊക്കെ നിങ്ങളൊന്ന് ആസ്വദിക്കേണ്ടത് തന്നെയാണ്. നിങ്ങളൊന്ന് ആസ്വദിക്കൂ കുറച്ച് സമയം. ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് ഇവിടുത്തെ കാഴ്ചകളെല്ലാം? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇനിയിപ്പോൾ കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മൾ ഹാർബറിൽ എത്തിച്ചേരാൻ. അപ്പം നമ്മളിങ്ങനെ പോയി ഇതാ എത്തി ഹാർബറിൽ ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാ ബോർഡ് കണ്ടില്ലേ ഫ്രണ്ട്സ് എല്ലാവരും? ഇനിയിപ്പോൾ ഹാർബറിൻ്റെ ഫ്രണ്ട് വ്യൂ ഇപ്പം കാണിക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ ഹാർബറിൻ്റെ എൻട്രൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ.
നമ്മളിതാ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണേ. ഇവിടെയും നല്ല വ്യൂസാണ്, കണ്ടില്ലേ ഫ്രണ്ട്സ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇങ്ങനെ അവിടെയുള്ള വണ്ടികളെല്ലാം പാർക്കിംഗ് ചെയ്തിരിക്കുകയാണ്. നല്ല ഫ്രഷ് മീനെല്ലാം കിട്ടണമെങ്കിൽ ഇവിടെ ഹാർബറിൽ തന്നെ വരണം. വെറൈറ്റി ഫിഷസ് ഉണ്ട് ഇവിടെ എല്ലാം. പിന്നെ അത് മാത്രമല്ല പല സൈസിനും പിന്നെ ഏത് ഫിഷ് വേണമെങ്കിലും അവൈലബിൾ ആണ് ഇവിടെ. പിന്നെ അത് മാത്രമല്ല നമുക്ക് കുറച്ച് റേറ്റ് കുറച്ചു, നമ്മൾ ഇവിടെ പുറത്തുള്ള റേറ്റിനെക്കാളും കുറച്ചു നമുക്ക് നന്നായിട്ട് കിട്ടും ഇവിടെ. ഇവിടെ പല വെറൈറ്റിയിലുള്ള ഫിഷസും ഉണ്ട്. ഇത് വന്ന് കുറേ ഫിഷ് ഉണ്ട്. പിന്നെ ഈ ക്രാബ്, പിന്നെ ഈ ചെമ്മീൻ പോലത്തേതല്ലേ, അതൊക്കെ വലുതും ചെറുതും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് വന്ന് വാങ്ങിക്കണമെങ്കിൽ കോഴിക്കോട് ഇവിടെ കോഴിക്കോട് പുതിയാപ്പ ഹാർബറാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വാങ്ങാം. ഇപ്പം ഞാനിവിടെ കുറേ മീൻ കാണിക്കുന്നുണ്ട്, നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കും. ഇവിടെ പല വെറൈറ്റിയിലും പല സൈസിലും ഉള്ള മീനാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നല്ല ഫ്രഷ് മീനാണ് ഇവിടുത്തത്. ഇപ്പോൾ നമ്മളിവിടെ നിന്ന് കുറച്ച് മീൻ വാങ്ങുന്നുണ്ട്. ഇതാണ് റോസ് കോര, നമ്മളിത് കുറച്ച് വാങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് റോസ് കോര വാങ്ങിന്ന്. അപ്പോൾ ഇതാണ് നമ്മളുടെ സിൽക്കി ഫിഷ്. അപ്പോൾ നമ്മൾ ഇതും വാങ്ങുന്നുണ്ട് കുറച്ച്. ഇത് നമുക്ക് ഫ്രൈ ചെയ്ത് തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇത് ഹാർബറിലേക്ക് കിട്ടുള്ളൂ. ഇതിൻ്റെ പേര് ഇവിടെ നല്ല വലിയ പ്രോൺസ് ഒക്കെയാണ് ഇതിൻ്റെ പേര്. ഇവിടെ നമ്മൾ കുറച്ച് വാങ്ങുന്നുണ്ട്. ഫിഷസൊക്കെ കട്ട് ചെയ്ത് തരും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ നിന്ന് മീനൊക്കെ വാങ്ങി നമ്മൾ റിട്ടേൺ പോകുന്നതാണ്. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു ഒന്ന് ബീച്ചിൽ കയറി വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് പോകാമെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഓക്കേന്ന്.
അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് ഇവിടെ ബോട്ട്സൊക്കെ ഒന്ന് വീഡിയോ എടുത്തിന് ഞാൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ കുറേ കൊറ്റികളുണ്ട്. അപ്പോൾ ഒരു കൊറ്റി വന്നിട്ട് ഇവിടെ മീൻ തിന്നാൻ വന്നതാണ്. അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് പോകുന്നതാണ്. നമ്മൾ ബീച്ചിൽ ഇറങ്ങിയത്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നടന്നാൽ അങ്ങോട്ടേക്ക് ബീച്ച് കാണാൻ പറ്റും. ഇതാണ് ഗൈസ് നമ്മളുടെ ബീച്ച്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ ഇത് ബീച്ചിൻ്റെ ഒരു സൈഡാണ്. അച്ഛനോട് ഞാൻ പറഞ്ഞുകൊണ്ട് അച്ഛൻ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ മെയിൻ സ്ഥലത്തിൽ നമുക്ക് അങ്ങോട്ടേക്കാണ്. ഇപ്പോൾ സമയമില്ലാത്തത് കൊണ്ട് അച്ഛൻ ഇങ്ങോട്ടേക്കാണ് കൊണ്ടുവന്നത്. ഇതൊരു ബീച്ചിൻ്റെ ഒരു സൈഡാണ്. ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ മെയിൻ എൻട്രൻസൊക്കെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട്. ഇതാണ് ഗൈസ് നമ്മളുടെ ബീച്ച്. ഞാൻ ഇവിടെ കുറച്ച് കളിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എനിക്ക് ഈ ബീച്ച് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ കോഴിക്കോട് വന്നാലും ഞാൻ ഈ ബീച്ചിലേക്ക് എന്തായാലും വരും. ഇവിടെ കുറേ ക്രെയിൻസൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു അങ്കിൾ വന്നിട്ട് ഫിഷിങ് ചെയ്യുന്നുണ്ട്. ഇത് നെറ്റ് ഇട്ടിട്ടാണ് അങ്കിൾ ഫിഷിങ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് ആ സൈഡിലേക്ക് നോക്കിയാൽ നമുക്ക് ഹാർബർ കാണാൻ പറ്റും. ഞാൻ വെള്ളം വരാനിട്ട് ഓടാനാണ്. എനിക്ക് അവിടെ നിന്ന് കുറച്ച് ഫോഴ്സിൽ വെള്ളം വരുന്ന പോലെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓടിയത്. അതിൻ്റെ ഇടയിൽ എൻ്റെ ചെരുപ്പും അഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അത് അങ്ങോട്ട് പോവാത്ത എൻ്റെ ഭാഗ്യം. ഇപ്പം നെക്സ്റ്റ് വെള്ളം വരുന്നുണ്ട് ഗൈസ്. പക്ഷെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിട്ടില്ല. ഇവിടെ രണ്ട് ചേട്ടന്മാർ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചേട്ടൻ തംസപ്പ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ മെയിൻ ബീച്ച് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടാനായിരിക്കും സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ബൈ. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.